ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ട് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. പാൽ ഇളം ചൂടുള്ള പാലാണ്. അതിന് നമുക്കൊരു 2 കപ്പ് മൈദ വേണം. മൈദയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പാൽ മിക്സില്ലേ, പാൽ ഈസ്റ്റ് മിക്സ് അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഒരു 5 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഡോ ഇവിടെ റെഡിയാണ്. ഇതൊരു അരമണിക്കൂർ ഒന്ന് കവർ ചെയ്ത് വെക്കാം. അരമണിക്കൂറൊക്കെ വെച്ചാൽ മതിയേ. അപ്പോൾ നമ്മുടെ ഡോ ഒരു സൈഡിൽ നിൽക്കട്ടെ. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കുക. അതിലേക്ക് ഒരു 3 വലിയ ഉള്ളി നേരിയതായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഈ ഒരു ടൈമിൽ നമുക്കൊരു 5-6 പച്ചമുളക്, ഒരു വലിയ പീസ് ഇഞ്ചി, കറിവേപ്പിലയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതിൽ വെളുത്തുള്ളി ചേർക്കുന്നില്ലേ, വെളുത്തുള്ളി ചേർത്താൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പോളം ചിക്കൻ ഫ്രൈ ചെറുതായിട്ട് ക്രഷ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊന്നും എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നില്ല. നമ്മൾ ചിക്കനിൽ ഇതൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ മുളക് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചിക്കൻ ഫ്രൈയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ഡോ നോക്കിയിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി. ഒരുപാടങ്ങ് പൊങ്ങി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഇത്രയൊക്കെ പൊങ്ങി വന്നാൽ മതി. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കുക. ഇനി നമുക്ക് പൂരിക്കൊക്കെ പരത്തുന്നില്ലേ, അതുപോലെ തന്നെ പരത്തിയെടുക്കുക. ഒരുപാടങ്ങ് തിന്നാവേണ്ട ആവശ്യമില്ല, ഒരുപാടങ്ങ് കട്ടിയിലും പരത്തരുത്. ആ പൂരിക്കൊക്കെ പരത്തുന്ന ആ ഒരു പാകത്തിന് തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിഡിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് നമ്മുടെ ചിക്കൻ മസാല വെച്ച് കൊടുക്കാം. ഇനി വിരലിൽ കുറച്ച് വെള്ളം തടവിയിട്ട് അതിൻ്റെ മിഡിൽ ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. അത്യാവശ്യം വലിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ആ ഹോളിൻ്റെ ആ ഒരു സൈഡിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചുകൂടി വിരലിൽ തടവിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അല്ലാതെ തന്നെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഇതിങ്ങനെ ഒട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് സ്റ്റിക്കായി കിട്ടുന്നുണ്ട്. നന്നായിട്ട് ഒട്ടിക്കാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ എണ്ണ കയറും. എന്നിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. എല്ലാ ഭാഗത്തും ഒരുപോലെ സ്റ്റിക്കായിട്ടുണ്ടോയെന്ന് ഒന്ന് നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെയാണ് വേണ്ടത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു 3 ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വേറൊരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. അതും കൂടി കാണിച്ചു തരാം. സെയിം റൗണ്ടിൽ പൂരിയുടെ ഷേപ്പിൽ പരത്തിയിട്ട് ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ ആവശ്യമില്ല. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ മാവ് ഒട്ടുന്നില്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളം തടവിയിട്ട് ഒട്ടിച്ചാൽ മതി. ഞാനിവിടെ പിരിയഡൊക്കെ ചെയ്യുന്ന പോലെ, അതായത് കോഴിയട പിരിയടയൊക്കെ ഇല്ലേ, അതിന് ചെയ്യുന്നത് പോലെ സൈഡിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിച്ചാലും മതി. ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതിവിടെ റെഡിയായി. അതിന് വേറൊരു മോഡൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു മാവും ഈ ഒരു ഫില്ലിങ് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള മോഡൽ ഉണ്ടാക്കാം. നിങ്ങളെ ഭാവന അനുസരിച്ചിട്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കുക. അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വീണ്ടും ഞാൻ പൂരിയുടെ ഷേപ്പിൽ തന്നെ ഒന്ന് പരത്തിയിട്ടുണ്ട്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ നിറച്ച് മസാല വെച്ച് കൊടുത്തു.
എന്നിട്ടിതാ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് അറബിക് ഫത്തയറില്ലേ, അറബിക്സ് ഒരു സ്നാക്സാണ് ഫത്തയർ, അതിൻ്റെ ആ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കുന്നുണ്ട്. അത് സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. ഇതുപോലെ 3 പാർട്സായിട്ട് സമൂസയുടെ ആ ഒരു ഷേപ്പിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 3 ഷേപ്പിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി പണിയൊന്നുമില്ല, നമുക്ക് കുറച്ച് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്തിട്ട് നമുക്കെല്ലാം കവർ ചെയ്തെടുക്കാം. ഒരു സ്റ്റെപ്പ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയേ. ഈ എഗ്ഗിലും ബ്രെഡ് ക്രംസിലും ഒക്കെ ഡിപ്പ് ചെയ്യുന്നത് അല്ലാതെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ബേക്ക് ചെയ്തിട്ട് ഉണ്ടാക്കാം. പിന്നെ ബേക്കറിയിലൊക്കെ നമ്മൾ വാങ്ങി കഴിക്കുന്നില്ലേ ചിക്കൻ റോളൊക്കെ, അത് കഴിക്കാനൊക്കെ ഒന്ന് പൂതി വരികയാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ബ്രെഡ് ക്രംസിലും അതുപോലെ എഗ്ഗിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ചൂടായ എണ്ണയിൽ, നല്ല ചൂടുള്ള എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ പ്രത്യേകിച്ച് ഈ ചിക്കൻ ഡോനട്ട്സിൻ്റെ ഷേപ്പിലുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഷേപ്പും. അതുപോലെ തന്നെ കഴിക്കാനും ഇതാണ് കൂടുതലൊരു നമുക്കൊരു കംഫർട്ടായിട്ടും ടേസ്റ്റായിട്ടും തോന്നിയിട്ടുള്ളത്. മറ്റേ 2 ഷേപ്പും കുഴപ്പമില്ല, പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലുള്ളത് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ എണ്ണ കിടക്കാത്ത വിധത്തിൽ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ. സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് മിഡിലിൽ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം, സ്റ്റിക്ക് ആവുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം തടവിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ആ സമയത്ത് ഷേപ്പില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, എണ്ണയിൽ ഇട്ടിട്ട് അതൊന്ന് വലുതാവും. അപ്പോൾ എന്നൊരു നല്ലൊരു ഷേപ്പിൽ കിട്ടും. കണ്ടില്ലേ, ഫസ്റ്റ് ഇത്രയും ഷേപ്പിലുണ്ടായിട്ട്, പക്ഷെ നമ്മൾ എണ്ണയിലിട്ട് ഡീപ് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള അടിപൊളി സ്നാക്സാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ മാവ് റെഡിയാക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഈസ്റ്റ് ചേർക്കരുത്. ഈസ്റ്റ് കൂടുതൽ ചേർത്താലും നമ്മുടെ ഈ സ്നാക്സിന് ഒരുപാട് അങ്ങ് ഈസ്റ്റിൻ്റെ ടേസ്റ്റ് മുൻപിട്ട് നിൽക്കും. അപ്പം ചേർക്കുമ്പോൾ 1 ടീസ്പൂണൊക്കെ മതിയാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈസ്റ്റ് ചേർത്തതും കൂടി നമുക്ക് അറിയാൻ പറ്റില്ല, പക്ഷെ മാവ് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരികയും ചെയ്യും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഇതിന് ഒരുപാട് മറ്റേ ബട്ടൂരക്കും പിസ്സക്കൊക്കെ ചേർക്കുന്ന പോലെ ഒരുപാട് ഈസ്റ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. സാധാരണ എല്ലാം കട്ട്ലറ്റും ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഒരുപാടങ്ങ് ഫുൾ ഫ്ലെയിമിൽ വെക്കരുത്. നല്ലതുപോലെ ചൂടായിരിക്കണം ഫസ്റ്റ് ഇടുമ്പം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.